നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ BCCI മുസ്തഫിസുർ റഹ്മാനെ IPL നിന്ന് ഒഴിവാക്കിയിരുന്നല്ലോ. അങ്ങനെ അയാളെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് KKRന് നിർദ്ദേശം കൊടുത്തു. KKR താരത്തെ ഒഴിവാക്കിയതായിട്ട് പ്രസ് റിലീസ് ഇറക്കുകയും ചെയ്തു. അതിൽ കൃത്യമായിട്ട് BCCIയുടെ സെക്രട്ടറി പറഞ്ഞത് റീസെൻ്റ് ഡെവലപ്മെൻറ്റ്സ് വെച്ചുകൊണ്ടാണ്, അതായത് ഇപ്പോഴുള്ള സംഭവ വികാസങ്ങൾ വെച്ചുകൊണ്ടാണ് താരത്തെ ഒഴിവാക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ അതിക്രമങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ ചില രാഷ്ട്രീയ നേതാക്കൾ ബംഗ്ലാദേശി താരത്തെ ഇവിടെ കാലുകുത്തിക്കാൻ പറ്റില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും മറ്റുമൊക്കെ നടത്തി. ഇതിൻ്റെയൊക്കെ ഒരു പിന്തുടർച്ചയായിട്ടാണ് സാക്കിയ അക്കാര്യം പറയുന്നത്. റീസെൻ്റ് ഡെവലപ്മെൻറ്റ്സ് അനുസരിച്ച് അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കാൻ KKRന് നിർദ്ദേശം കൊടുക്കുന്നു എന്ന്. അപ്പോൾ തന്നെ ഉയർന്നൊരു ചോദ്യമുണ്ട്. ഈ IPLന് മുമ്പ് ഇവിടെ വെച്ചിട്ട് ബംഗ്ലാദേശിന് വേൾഡ് കപ്പ് കളിക്കേണ്ടതുണ്ട്, നമ്മുടെ നാട്ടിലേക്ക് അവർ വരേണ്ടതുണ്ട്. ICC T20 വേൾഡ് കപ്പ് ഇതാ അടുത്ത മാസം ആരംഭിക്കുകയാണ്. അതിൽ 3 മത്സരങ്ങൾ അവർക്ക് ഈഡൻ ഗാർഡൻസിൽ തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മുംബൈയിൽ അവർക്ക് കളിയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത് നടക്കുമോ ഇല്ലയോ എന്നൊരു ചോദ്യം അവിടെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ആ വിഷയത്തിൽ BCB ഒരു മീറ്റിംഗ് കൂടുകയുണ്ടായി. വളരെ എമർജൻസി മീറ്റിംഗ് ഇന്നലെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ ICCയോട് കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. തങ്ങളുടെ മത്സരം റീലൊക്കേറ്റ് ചെയ്യണം. ഇന്ത്യയിലേക്ക് വരാൻ അവർക്ക് സ്വാഭാവികമായിട്ടും ആശങ്കയുണ്ട്. അതുകൊണ്ട് അവരുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ പോകുന്നു എന്ന വാർത്ത ഇപ്പോൾ ESPN Cricinfo റിപ്പോർട്ട് ചെയ്യുന്നു. അത് പറയുന്നത് ബംഗ്ലാദേശ് വിൽ ആസ്ക് ദി ICC ടു relocate their T20 World Cup matches from India to Sri Lanka after Kolkata Knight Riders were instructed to release Mustafizur Rahman as a result of deteriorating political ties between Bangladesh and India. ഇതാണ് കൃത്യമായിട്ട് ESPN Cricinfoയുടെ റിപ്പോർട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. BCB ICCയോട് ഈ ഒരു കൺസേൺ റേസ് ചെയ്യാൻ പോകുന്നു. അവരുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ അബൌട്ട് പ്ലെയേഴ്സ് സേഫ്റ്റി ഇൻ കൊൽക്കത്തയിൽ കളിക്കുമ്പോൾ അവരുടെ താരങ്ങളുടെ സുരക്ഷയിൽ അവർക്ക് ആശങ്കയുണ്ട്. അവിടെയാണ് അവരുടെ ആദ്യത്തെ 3 മത്സരങ്ങളും, വേൾഡ് കപ്പിലെ ആദ്യത്തെ 3 മത്സരങ്ങളും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇന്നലെ BCBയുടെ എമർജൻസി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് സൂം വഴിയാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും അംസദ് ഹുസൈൻ കാര്യങ്ങൾ പിന്നീട് ESPN Cricinfoയോട് വിശദീകരിക്കുകയും ചെയ്തു അതിലെന്താണ് നടന്നത് എന്നുള്ളത്. അപ്പം അവർ പറയുന്നത് ഞങ്ങളുടെ 3 മത്സരങ്ങൾ കൊൽക്കത്തയിലുണ്ട്. സോ ICCയോട് ഈ വിഷയത്തിൽ ഞങ്ങൾ ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ചോദ്യം ഉന്നയിക്കും. അതോടൊപ്പം തന്നെ മത്സരങ്ങൾ അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഇപ്പം ഇതിൽ ഐ ഹാവ് ആസ്ക്ഡ് ദി BCB ടു എക്സ്പ്ലെയിൻ ദി എൻറ്റയർ മാറ്റർ ടു ദി ICC എന്നാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ സ്പോർട്സ് അഡ്വൈസറായിട്ടുള്ള ആസിഫ് നസ്രുൽ പറഞ്ഞിരിക്കുന്നത്. നസ്രുൽ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ ഈ വിഷയത്തിൽ ചില വാക്കുകൾ കുറിക്കുകയും ചെയ്തു. അതിൽ പറയുന്നത് എങ്ങനെയാണ്: ദി ബോർഡ് ഷുഡ് ഇൻഫോം ദാറ്റ് where a Bangladeshi cricketer cannot play in India despite being contracted, the entire Bangladeshi cricket team cannot feel safe going to play in the World Cup. I have also instructed the board to request that Bangladesh World Cup matches be held in Sri Lanka. അതായത് ബംഗ്ലാദേശിലുള്ള ഒരു ബംഗ്ലാദേശി താരത്തിന് ഇന്ത്യയിൽ വന്ന് കളിക്കാൻ പറ്റില്ല, അയാൾക്ക് കോൺട്രാക്റ്റ് ഉണ്ടായിട്ട് പോലും കളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ എൻ്റയർ ബംഗ്ലാദേശി ടീം ഇവിടെ വന്ന് വേൾഡ് കപ്പ് കളിക്കും? അപ്പം ആ കാര്യത്തിൽ സേഫ്റ്റിയുടെ വിഷയമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് വേൾഡ് കപ്പ് മത്സരങ്ങൾ ഞങ്ങളുടേത് ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെടാൻ ഞാൻ BCBയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നസ്രുൽ പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇനി എന്ത് തീരുമാനം വരും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതിൽ ഇൻട്രസ്റ്റിംഗ്ലി ഒരു കാര്യം കൂടിയുണ്ട്. ബംഗ്ലാദേശ് കഴിഞ്ഞ ദിവസം അവരുടെ ഈ വർഷത്തെ ഇനിയുള്ള മത്സരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഒരു സീരീസ്, ഇന്ത്യ ബംഗ്ലാദേശ് സീരീസ് നടക്കും, വൈറ്റ് ബോൾ സീരീസ് നടക്കും എന്ന തരത്തിലാണ് അവർ പ്രഖ്യാപനം നടത്തിയിരുന്നത്. അത് 2025 പോസ്റ്റ്പോൺ ചെയ്താണ്. അതിന് എന്ത് സംഭവിക്കുന്നത് അറിയേണ്ടതുണ്ട്. ഏതായാലും ബംഗ്ലാദേശിൻ്റെ മത്സരങ്ങൾ കൊൽക്കത്തയിലും മുംബൈയിലുമായിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ആദ്യ മത്സരം ഫെബ്രുവരി 7 ഈഡൻ ഗാർഡൻസിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു വിഷയം വേൾഡ് കപ്പിൻ്റെ ഷെഡ്യൂളിനെ കൂടി ബാധിക്കാൻ പോവുകയാണ്. ഇന്ത്യയിൽ കളിക്കാൻ വരുന്നത് അവരുടെ താരങ്ങളുടെ കാര്യത്തിൽ സേഫ്റ്റിക്ക് അവർക്ക് ആശങ്കയുണ്ട്, ഇവിടെ സുരക്ഷിതമല്ല എന്ന തോന്നലുണ്ട് എന്നാണ് ഇപ്പോൾ BCB ഉന്നയിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.